തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ ദേവസ്വങ്ങളെ പഴിചാരി പോലീസ് റിപ്പോർട്ട്. ദേവസ്വങ്ങൾക്ക് പങ്കെന്ന് കാട്ടി പൂരം അലങ്കോലപ്പെടുത്തിയവരെ സംരക്ഷിക്കാനാണ് ശ്രമം. ADGP കൈമാറിയ റിപ്പോർട്ടിലാണ് ദേവസ്വങ്ങളെക്കുറിച്ചുള്ള പരാമർശം. പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രി ഇന്ന് പരിശോധിക്കും. അതേസമയം പൂരം കലക്കിയതിൽ വനം വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി പാറമേക്കാവ് ദേവസ്വം രംഗത്തെത്തി. വിവരങ്ങളുമായി മനോജ് ഒപ്പം ചേരുന്നു. മനോജ്, പാറമേക്കാവിലേക്ക് വരാം. അതിന് മുൻപ് ഈ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രി പരിശോധിക്കുന്നുണ്ട്. DGP അതിനിടയ്ക്ക് വിശദമായ അന്വേഷണം വേണമെന്നും പറയുന്നുണ്ട്. എന്തിനാണ് ദേവസ്വങ്ങൾക്ക് നേരെ ADGP റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്? ഇരു ദേവസ്വങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞതുമാണ്, ഞങ്ങൾ തുടക്കം മുതലേ പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഓരോ വിഷയങ്ങളും പോലീസിനെ അടക്കം അറിയിച്ചിരുന്നു, അധികൃതരെ അറിയിച്ചിരുന്നു. എന്നിട്ടും എന്തിന് പൂരം കലക്കി എന്ന ചോദ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ വാദി പ്രതിയാകുന്നു. തീർച്ചയായും കൃഷ്ണരാജ്, ആദ്യഘട്ടത്തിൽ തന്നെ പൂരത്തിൽ അനിഷ്ട സംഭവങ്ങൾ നടന്നപ്പോൾ തന്നെ ദേവസ്വങ്ങൾ പരാതി നൽകിയിരുന്നു, ഈ പരാതി പറഞ്ഞിരുന്നു. എന്നാൽ കൃത്യമായൊരു ഇടപെടൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. അതായത് പൂരം നടന്ന ദിവസം രാവിലെ കണിമംഗലം ശാസ്താവ് എഴുന്നള്ളുന്ന ആ സമയത്ത് തന്നെ ഗതാഗത കുരുക്കുണ്ടാകുന്നു, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതിനുശേഷം ഓരോ ഘട്ടത്തിലും മടത്തിൽ വരവ് രാത്രിയോടുകൂടി നടക്കുന്നു, അതിലേക്ക് പോലീസ് അനാവശ്യ ഇടപെടൽ നടത്തുന്നു. അതോടൊപ്പം വെടിക്കെട്ടിന്, അതായത് വെളുപ്പിനെ നടക്കുന്ന വെടിക്കെട്ടിന് രാത്രി നേരത്തെ തന്നെ ബാരിക്കേഡുകൾ വെച്ച് ഈ സ്വരാജ് റൗണ്ടിലേക്കുള്ള എല്ലാ വഴിയും ബ്ലോക്ക് ചെയ്യുന്നു. അവിടെ ഈ പൂരപ്രേമികളായിട്ടുള്ള ആളുകളെയൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നും മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഈ കുടമാറ്റത്തിനായി കൊണ്ടുവന്ന കുടകൾ, അതുപോലെ ആനയ്ക്ക് കൊണ്ടുവന്ന പട്ട, ഇതൊക്കെ തന്നെ ആ ക്ഷേത്രത്തിന്റെ ഗോപുരം വഴി കടത്തിവിടാനാകില്ല എന്ന് ഒരു തീരുമാനം അത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. കമ്മീഷണർ നേരിട്ട് തന്നെ അവിടെ എത്തി ഇവരോട്, ക്ഷേത്ര ഭാരവാഹികളോടക്കം ആക്രോശിക്കുന്ന ഒരു സമീപനം ഉണ്ടായി. എന്തായാലും ഈ റിപ്പോർട്ടിൽ കമ്മീഷണർ അങ്കിത് അശോകന്റെ പരിചയക്കുറവാണ് എന്നുള്ള തരത്തിലാണ്. അതോടൊപ്പം തന്നെ ദേവസ്വങ്ങൾ ഇതിൽ പൂരം നടത്താൻ സമ്മതിച്ചില്ല, അതായത് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ദേവസ്വങ്ങൾ സഹകരിച്ചില്ല എന്നുള്ള രീതിയിലൊക്കെയാണ്. അതായത് ഈ ദേവസ്വങ്ങളെ, അതായത് തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളുണ്ട്, അതിൽ തിരുവമ്പാടിയെയാണ് കൂടുതലായി ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നതെന്ന് വിവരം. ഇതിൽ തന്നെ തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്, പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഞങ്ങൾ സഹകരിച്ച് മുന്നോട്ട് പോയിരുന്നു. എന്നാൽ കൂടുതൽ പോലീസ് ഇടപെടൽ നടത്തി പൂരം നടത്തിപ്പുകാരായി പോലീസുകാർ മാറി എന്നുള്ളതാണ്. അതിൽ അങ്കിത് അശോകനെതിരെ നടപടി ഉണ്ടായെങ്കിലും മറ്റുള്ളവർ, അതായത് ഉന്നത ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു, അവർ ഇടപെട്ടില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പലരെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാറമേക്കാവ് ദേവസ്വം ഉൾപ്പെടെ ഉന്നയിച്ച ആരോപണം, അതിൽ വനം വകുപ്പിന് കൃത്യമായ പങ്കുണ്ട്. അതുപോലെ തന്നെ ഒരു ലോബി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ്, പൂരത്തെ തകർക്കുവാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. എന്തായാലും തൃശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും ഇത്തവണ പൂരം തകർക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടന്നത് എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അതിൽ തന്നെയാണ് ഇപ്പോൾ DGP ഒരു വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെടുന്നത്. കാരണം പോലീസ് സേനയെ, അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ അടക്കം സംരക്ഷിക്കുവാനുള്ള തരത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിലെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ റിപ്പോർട്ടിലെ ഓരോ വിവരങ്ങളും പുറത്തു വരുമ്പോൾ അതിൽ കുറ്റക്കാരായി കാണിക്കുന്നത് ഈ ദേവസ്വത്തിനെയും അതുപോലെ തന്നെ ഒരു മനോജ്, ഈ പൂരം കലക്കിയത് നിങ്ങളാണെന്ന് ദേവസ്വങ്ങളെ നോക്കി ADGPയുടെ റിപ്പോർട്ട് പറയുമ്പോൾ, അല്ലെങ്കിൽ ADGP പറയുമ്പോൾ അവരുടെ മറുപടി എന്താണ്? അവർ ഇന്ന് രാവിലെ തന്നെ പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ വ്യക്തമാക്കിയിരുന്നു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂരം നല്ല രീതിയിൽ നടത്തുക എന്നുള്ളതാണ്. അതിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ദേവസ്വങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർ കുറ്റക്കാരാക്കുന്നത് ദേവസ്വത്തിനെയാണ് എന്നുള്ളതാണ്. ഇതിൽ തിരുവമ്പാടി ദേവസ്വമാണ് കൃത്യമായിട്ടുള്ള ഈ റിപ്പോർട്ടിൽ അവരെയാണ് കൂടുതലായി കുറ്റപ്പെടുത്തുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഇതിൽ തിരുവമ്പാടി ദേവസ്വത്തെ സംബന്ധിച്ചിടത്തോളം രാത്രി ഈ വെടിക്കെട്ടിനെ നിർത്തിവെച്ച ഒരു സാഹചര്യം ഉണ്ടായി. ഈ മടത്തിൽ വരവ് കഴിഞ്ഞ ശേഷം രാത്രിയോടുകൂടി വെടിക്കെട്ട് നടത്തേണ്ടതുണ്ട്. എന്നാൽ മടത്തിൽ വരവ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് പോലീസ് ഇടപെട്ടുകൊണ്ട് ആ ചടങ്ങിൽ ഈ ക്ഷേത്ര ഭാരവാഹികളെ, ദേവസ്വം ഭാരവാഹികളെ പോലും പങ്കെടുപ്പിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് നിയന്ത്രണം കൊണ്ടുവന്നു. അത്തരത്തിൽ മടത്തിൽ വരവ് കഴിഞ്ഞ് പകുതി വഴി നിർത്തി ആ തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾക്ക് തിരികെ പോകേണ്ടി വന്നു.
തിരിച്ച് ആ ദേവസ്വം ഓഫീസിൽ വെച്ച് എടുത്ത ചർച്ചയിലാണ് പിന്നീട് മുന്നോട്ട് പോകേണ്ട കാര്യം അതിനെക്കുറിച്ചൊക്കെ തീരുമാനമുണ്ടാകുന്നത്. എന്നാൽ വെടിക്കെട്ട് രാത്രി നടത്തുവാൻ സാധിക്കുന്നില്ല. അത്തരത്തിലുള്ള ഘട്ടങ്ങൾ വന്നപ്പോൾ കൃത്യമായിട്ടുള്ള തീരുമാനം അത് തിരുവമ്പാടി ദേവസ്വം എടുത്തു എന്നുള്ളതാണ്. എന്നാൽ അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ പോലീസ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ദേവസ്വം സഹകരിച്ചില്ല എന്നുള്ള കാര്യം. എന്നാൽ കൃത്യമായും തിരുവമ്പാടി ദേവസ്വത്തെ സംബന്ധിച്ചിടത്തോളം പൂരം നല്ല രീതിയിൽ നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പ്രവർത്തിച്ചത്. അത് തന്നെയാണ് ഇരു ദേവസ്വങ്ങളും വ്യക്തമാക്കിയിട്ടുള്ളത്. പൂര പ്രദർശനം നടത്തിയ സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായി എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ ആദ്യഘട്ടം, അതായത് ഈ പൂരം നടക്കുന്നതിന് മുമ്പ് തന്നെ പൂര പ്രദർശനം കുറച്ച് ദിവസങ്ങളായി അവിടെ നടന്നു വരുന്നുണ്ട്. എന്നാൽ പോലീസ് ഇടപെട്ടുകൊണ്ട് ആ പൂര പ്രദർശനത്തിൽ പോലും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. അത്തരത്തിൽ ഓരോ ഘട്ടങ്ങളിലും ദേവസ്വങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഈ ഓരോ ചടങ്ങുകളെയും ഭംഗപ്പെടുത്തുന്ന രീതിയിലേക്ക് പോലീസിന്റെ ഇടപെടൽ മാറി. എന്നാൽ അതിനെയൊക്കെ എതിർത്തപ്പോഴാണ് ഇത്തരത്തിൽ തങ്ങളെ കുറ്റക്കാരാക്കുന്ന രീതിയിലേക്ക് മാറിയത് എന്നുള്ള കാര്യം തന്നെയാണ് തിരുവമ്പാടി അടക്കം വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ദേവസ്വങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ഞാൻ മനോജിലേക്ക് വരാം. മനോജ്, പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് നമുക്കും ചേരുന്നുണ്ട്. ശ്രീ ജി രാജേഷ്, ADGPയുടെ റിപ്പോർട്ടിൽ ദേവസ്വവും പ്രതിക്കൂട്ടിലാണല്ലോ. തുടക്കം മുതൽ പരാതി ഉന്നയിച്ച് തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയത് നിങ്ങളാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളെ ഉന്നം വെക്കുന്നത് എന്തിനാണ് റിപ്പോർട്ട്? ഞാൻ റിപ്പോർട്ട് കണ്ടിട്ടില്ല. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. പാറമേക്കാവ് ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്ന് പൂരം അലങ്കോലപ്പെടുത്താനോ നിർത്തിവെക്കാനോ യാതൊരു ആലോചന പോലും ഉണ്ടായിട്ടില്ല. എല്ലാ ചടങ്ങും വളരെ ഗംഭീരമായിട്ട് നടത്തുകയും നിങ്ങളുടെ അഭിമാനമാണല്ലോ തൃശ്ശൂർ പൂരം. നിങ്ങൾക്കത് എങ്ങനെ അലങ്കോലപ്പെടുത്താൻ പറ്റില്ല. മാത്രമല്ല, അതൊരു മതവികാരം കൂടിയാണ്. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും ഒരു പവിത്രമായിട്ടൊരു ചടങ്ങാണ് പാണി കൊട്ടി ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുക എന്നുള്ളത്. ഭഗവതിയെ എഴുന്നള്ളിച്ചു കഴിഞ്ഞാൽ എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കി ഭംഗിയായിട്ട് തിരിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടി സംഘാടകർക്കുണ്ട്. അതനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഞങ്ങൾ അതല്ലാണ്ട് വേറെ ഒന്നും തന്നെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. ശരി, നിങ്ങൾ ഈ വനം വകുപ്പിനെതിരെ പരാതി പറയുന്നുണ്ടല്ലോ, എന്താണത്? വനം വകുപ്പാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. അതായത് ഏപ്രിൽ 3-ാം തീയതി ഒരു സർക്കുലർ അയച്ചു. ആനയും മേളക്കാരും തമ്മിൽ 3 മീറ്റർ അകൽച്ചാണ്. 3 മീറ്റർ എന്ന് പറഞ്ഞാൽ 10 അടി. അത് നമുക്ക് മറ്റേ ക്യാപ്റ്റീവ് എലിഫന്റ് റൂൾ 2012 ഒരു ചട്ടമാണത്. എന്നാൽ ഏപ്രിൽ 11-ാം തീയതി തോന്നുന്നു അത് 50 മീറ്ററാക്കി മാറ്റി 200 അടിയായിട്ട്. ആനയും മേളക്കാരും ഏതെങ്കിലും ഒരു ക്ഷേത്രത്തില് ഉത്സവ പൂരമോ ഈ ഒരു ഡിസ്റ്റൻസ് പറഞ്ഞാൽ നടക്കൂ. അപ്പൊ ഇതിന്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട്. ഇത് നടത്തരുത് എന്ന് അവർ ഉദ്ദേശിച്ചിട്ടാണ് ഇത് ഏപ്രിൽ 11-ാം തീയതി ഇറക്കിയിട്ടുള്ളത്. പോലീസ് അല്ല, ഫോറസ്റ്റ്. ശരി, ഫോറസ്റ്റ് ആണ് ഇത് അയക്കുന്നത്. ക്യാപ്റ്റീവ് എലിഫന്റിന്റെ റൂള് മാനേജ് ചെയ്യണത് ഫോറസ്റ്റ് ആണ്. അവരാണ് ഈ സർക്കുലർ ഇറക്കിയിട്ടുള്ളത്. 3 മീറ്ററിൽ നിന്ന് 50 മീറ്റർ ആക്കി. ശരി, അപ്പൊ പൂരം എങ്ങനെയും അലങ്കോലപ്പെടുത്തണമെന്ന് ആരൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നിൽ NGOs ആണ് പ്രവർത്തിക്കുന്നത്. ഫോറിൻ ഫണ്ടഡ് NGOs ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റായിട്ട് അലൈൻ ചെയ്തിട്ട് ഇവിടുത്തെ നമ്മുടെ പാരമ്പര്യവും നമ്മുടെ പൈതൃകവും നമ്മുടെ സംസ്കാരത്തെയും വെട്ടി നുറുക്കാനായിട്ടാണ് അവരിത് ചെയ്യുന്നത്. അതിൽ വൻ പൈസ ഒഴുകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനൊരു CBI എൻക്വയറി മാത്രമാണ് അതിന്റെ സത്യാവസ്ഥ കൊണ്ടുവരുള്ളൂ. ശരി, അവരങ്ങനെ മുന്നോട്ട് വന്നാൽ, വലിയൊരു അന്വേഷണം വന്നാൽ അതിനുള്ള തെളിവുകൾ നിങ്ങൾ നിരത്തും? തീർച്ചയായിട്ടും. ഇപ്പൊ തന്നെ ഞാൻ എന്റെ കയ്യിലുണ്ട് 3-ാം തീയതി 3 മീറ്ററും 11-ാം തീയതി 50 മീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള എന്റെ തെളിവുണ്ട്. ശരി, വളരെ നന്ദി ജി രാജേഷ് ഒപ്പം ചേർന്നതിന്. ഏതായാലും ADGPയുടെ റിപ്പോർട്ടിന്മേൽ വിശദമായ അന്വേഷണം വരുന്നു. അത് ADGPയെ DGPക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ അതോ മറ്റൊരു പുകമറ സൃഷ്ടിക്കലാണോ ഒക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും അന്വേഷണ റിപ്പോർട്ടൊന്ന് മുഖ്യമന്ത്രി പരിശോധിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്ന കാര്യവും ശ്രദ്ധേയമാണ്. ഏതായാലും വനം വകുപ്പിനെതിരെ പാറമേക്കാവ് ദേവസ്വം രംഗത്തെത്തിയിട്ടുണ്ട്. ദേവസ്വങ്ങളാണ് കുഴപ്പമുണ്ടാക്കിയതെന്ന് ADGPയുടെ റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട് എന്നാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു M മനോജ്. ഒപ്പം ചേർന്നത് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ്.